ഹായ്, ഞാൻ ഷിനിധനീഷ്. നമുക്കിന്നൊരു വലിയ ആർഭാടമൊന്നുമില്ലാത്ത ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ. എന്നാൽ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു ഗ്രിൽഡ് ചിക്കനാണ്. ഒപ്പം നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മയോണൈസും കൂടെ ഉണ്ടാക്കാം. ഇവിടെ 2 ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു ഇടിമുട്ടി, അതായത് നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന മുട്ടി ഉണ്ടല്ലോ, ആ മുട്ടി ഉപയോഗിച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അതായത് എല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിയത്തക്ക രീതിയിൽ അങ്ങനെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലൂടെ ഒരു ഫുൾ ഉണ്ട വെളുത്തുള്ളി എടുക്കുക. അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടി. ഇനി നമുക്ക് വേണ്ടത് റോസ്റ്റഡ് ജീര പൗഡറാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കണം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റിംഗ് ഏജൻറ്റ്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 പച്ചമുളക്, കുറച്ച് ഒലീവ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഉപ്പ് ഒന്നുകൂടി നോക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഫുൾ നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീര് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മസാലയിൽ പരട്ടിയതിന് ശേഷം നമുക്ക് ഓരോ ചിക്കനായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിനെ തേച്ച് പിടിപ്പിക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് എല്ലാ ചിക്കൻ പീസും ഇട്ട് കൊടുക്കുക. നമുക്കിത് ഫ്രീസറിൽ വെക്കണം. ഒരു മിനിമം ഒരു 8 മണിക്കൂർ മസ്റ്റായിട്ട് വെക്കണം. ഇപ്പോൾ ഈ കാണുന്ന ചിക്കൻ ഒരു 8 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചതാണ്. ഇനി ഒരു ഗ്രില്ലർ എടുത്ത് നമുക്ക് അതിലോട്ട് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. മാക്സിമം ഒരു 4 അല്ലെങ്കിൽ ഒരു 5 ആണ് അടുപ്പിച്ച് നമുക്കിതൊന്ന് വെക്കണം. ഈ സംഭവമാണ് കരിയാണ്, അതായത് ചാർക്കോൾ. നമുക്കിത് ഈ വിറക് വിൽക്കുന്ന കടകളിലൊക്കെ ഈ സംഭവം കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ ചിരട്ട ഇട്ട് കൊടുത്തിരുന്നു. ചിരട്ട ഇട്ട് കൊടുത്ത് ഒന്ന് അടുപ്പ് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഈ കരി അതിലിട്ട് കൊടുത്ത് നന്നായി ചൂട് പിടിപ്പിച്ചു അടുപ്പ്. എന്നിട്ടാണ് നമ്മൾ ഈ ഗ്രില്ലർ ഇത് അതിൽ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഓരോ സെറ്റും നമുക്ക് ഇത് ഗ്രില്ല് ചെയ്ത് വരാൻ, അതായത് ഒരു 3-4 പീസ് വെച്ചിട്ട് ആ ഗ്രില്ല് ചെയ്ത് വരാൻ നമുക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂർ എടുക്കും. ഇനി കുറച്ച് ഒലീവ് ഓയിൽ ഇടയ്ക്കിടയ്ക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, തിരിച്ച് മറിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഓരോ സെറ്റും എടുക്കാൻ 1/2 മണിക്കൂറോളം വേണ്ടി വരും. വൺ സൈഡ് നമുക്ക് ചിലപ്പോൾ ഒരിത്തിരി ടൈം എടുക്കും, പക്ഷെ മറ്റേ സൈഡ് വേവാൻ നമുക്ക് അധികം ടൈം എടുക്കില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ അടുപ്പിലെ തീ എപ്പോഴും നമ്മൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കരിയിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഒന്ന് പേപ്പർ കൊണ്ട് വീശി കൊടുക്കണം, എന്നാലാണ് കനൽ എരിയുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം നമ്മളുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അത് അസാധ്യ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, ഈ ഗ്രിൽഡ് ചിക്കൻ. ഇനി നമുക്ക് ഈ ഗ്രിൽഡ് ചിക്കൻ കഴിക്കാൻ ഒരു പേസ്റ്റ് വേണമല്ലോ. അപ്പോൾ നമുക്കൊരു മയോണൈസ് ഉണ്ടാക്കി നോക്കാം. ഒക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വേവിച്ച് വെച്ചതാണ്. ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ജാറിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇനി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 10ഓളം വെളുത്തുള്ളി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ്. നാരങ്ങ ഞാനിപ്പോൾ ഒരു 1/2 പോർഷനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പുളി നോക്കിയിട്ട് വേണമെന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. എഗ്ഗ് വൈറ്റ് ചേർത്ത് കൊടുക്കാം. 2 കോഴിമുട്ടയുടെ വൈറ്റ് പോർഷനാണ്. നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന 2 പൊട്ടാറ്റോ നുറുക്കി കഷ്ണങ്ങളാക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ്
പാലൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ബാച്ചായിട്ട് ഇതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് തിക്ക് കൺസിസ്റ്റൻസി വരുന്ന വരെ നമ്മൾ അരച്ചെടുക്കണം ഇതിനെ. പുളി പെട്ടെന്ന് കയറി പോവും എന്നുള്ളത് കൊണ്ടാണ് ഞാനൊരു ഹാഫ് പീസ് ചേർത്തത്. ടേസ്റ്റ് നോക്കിയപ്പോൾ ഇത്തിരി പുളി കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഒരു ഹാഫ് പീസ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ടോട്ടലായിട്ട് ഒരു നാരങ്ങയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ തിക്ക് അതായത് തിക്ക് കൺസിസ്റ്റൻസി ആക്കിയിട്ട് ഇതിനെടുക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഈ മയണൈസ്. അപ്പോൾ ഇത് ഞാനിവിടെ കുബൂസ്, ഗ്രിൽഡ് ചിക്കൻ, മയണൈസ് ഇതിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.